ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പൂവാർ ഐലൻഡിലോട്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ മാറി കേരള തമിഴ്നാട് ബോർഡറിലാണ് പൂവാർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ബോട്ടിങ്ങിന് വെയിറ്റിംഗ് ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ നിന്നാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 8 പാസഞ്ചേഴ്സിനെ ഈ ബോട്ട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഇനിയുള്ള യാത്ര മാൻഗ്രൂവ് എന്ന മനോഹരമായ ഫോറസ്റ്റിലൂടെയാണ്. കാട്ടിലെ മരങ്ങളുടെ ശാഖകളൊക്കെ കായലിലോട്ട് ചാഞ്ഞു നിൽക്കുകയായിരുന്നു. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നെയ്യാറിലെത്തി നെയ്യാർ അറബിക്കടലിലേക്ക് ലയിച്ചു ചേരുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മഴ പെയ്ത് കായലിൽ വെള്ളം പൊന്തിയാൽ ഈ വഴിയിലൂടെയുള്ള യാത്ര അനുവദിക്കില്ല. കാരണം ഈ കാണുന്ന പാലത്തിൽ ബോട്ട് ചെന്നിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെയൊക്കെ കാണുമ്പോൾ അനാക്കോണ്ട മൂവി കാണുന്ന ഫീലിംഗ് ഇല്ലേ? അതിനൊരു കാരണമുണ്ട്. അനാക്കോണ്ട മൂവിയിലെ കുറേ അധികം ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു കൃഷ്ണപരുന്തിനെയും കണ്ടു. വരെ ബോട്ടുകളുടെ എണ്ണം കൂടി തുടങ്ങി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച ഫ്രണ്ട്സ്, ദൂരം കൂടുന്തോറും കായൽ വഴിയുടെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ 1/4 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗോൾഡൻ സാൻഡ് ബീച്ചിൻ്റെ അടുത്ത് എത്താറായി. ഫ്രണ്ട്സ്, നിങ്ങളിത് ഇപ്പം കാണാൻ പോകുന്നതാണ് അറബിക്കടലും കായലും കൂടെ കൂടിച്ചേരുന്ന ഗോൾഡൻ സാൻഡ് ബീച്ച്. ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സും 2 ബോട്ടിലാണ് പോയത്. എന്തൊക്കെയായാലും അറബിക്കടലും കായലും ലയിച്ചു ചേരുന്ന സ്ഥലം കാണാൻ കുറെ അധികം ആൾക്കാർ ബീച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഒരു പാറ കാണുന്നില്ലേ? ആ പാറയാണ് ആനപ്പാറ. ആനയുടെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ആ പാറയ്ക്ക് ആനപ്പാറ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലമാണ് അറബിക്കടലും കായലും കൂടെ കൂടിച്ചേരുന്ന സ്ഥലം. നിങ്ങളിപ്പോൾ കാണുന്നതാണ് മദർ സ്റ്റാച്യു. ഗോൾഡൻ സാൻഡ് ബീച്ചിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മനോഹരമായി കായലിൽ പൊന്തി നിൽക്കുന്ന ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഉള്ളത്. അങ്ങനെ 2 മണിക്കൂറത്തെ കായലിലൂടെയുള്ള മനോഹരമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ നിന്ന് തിരിച്ചു. അവിടെ കുറേ കടകളും ഒട്ടകത്തിൻ്റെ സവാരിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. കാരണം ഉച്ച സമയമായതുകൊണ്ട് നല്ല കത്തുന്ന വെയിലായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.